രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സവാളയും ക്യാപ്സിക്കവും ചേർന്ന രുചികരമായ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ദോശ, ചപ്പാത്തി, അപ്പം ഏത് പലഹാരത്തിനും കൂടെ ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൻ ചൂടായിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചതുരത്തിലരിഞ്ഞ 3 സവാളയാണ്, അത് ഇതിലേക്ക് ഇടാം. സവാള എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അത് 2 ക്യാപ്സിക്കം ഉണ്ട്, അതും ചതുരത്തിലരിഞ്ഞതാണ്. ക്യാപ്സിക്കത്തിന് ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നതുവരെ വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാൻ. മതി. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഇത് 2 സവാള ചെറുതായി അരിഞ്ഞതാണ്, അത് ഇതിലേക്കിടാം. ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ നിറയെ വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ചേർത്ത് ഒന്ന് ചെറുതായി ഉള്ളിയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിനും താഴെയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, പൊടികൾ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ചെറുതായിരിഞ്ഞ ഒരു വലിയ ക്യാപ്സിക്കമാണ്, അത് ഇതിലേക്ക് ഇടാം. രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടണം. അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാമാന്യം വലിപ്പമുള്ള 1 മുറി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. 1/2 സ്പൂൺ ഉപ്പ്. തിളയ്ക്കാനായി അടച്ചു വയ്ക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. 10 കാഷ്യൂ നട്ട്സ് കുതിർത്ത് അരച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ഗ്രേവി കുറുകയും ചെയ്യും, ടേസ്റ്റുമാണ്. നേരത്തെ വഴറ്റി മാറ്റി വെച്ച ക്യാപ്സിക്കവും സവാളയും ഇതിലേക്ക് ചേർക്കാം. ഈ കറി കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. എരിവൊന്നും ഒരുപാടില്ല,
1 സ്പൂൺ മസാലപ്പൊടി ചേർക്കാം. ഇത് വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്. ലാസ്റ്റ് കറിവേപ്പിലയും മല്ലിയിലയും തൂവി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. വളരെ രുചികരമായ കറി റെഡിയായിട്ടുണ്ട്. ഇന്ന് ഞാൻ അപ്പത്തിൻ്റെ കൂടെയാണ് ഈ കറി തയ്യാറാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. Thank you for watching.